നെടുമ്പാശ്ശേരിയിലെ ഇതര സംസ്ഥാനക്കാരനായ മുറുക്കാൻ കടയുടമയ്ക്ക് 1,56,00,000 രൂപ പിഴയിട്ട സെൻട്രൽ GSTയിൽ നിന്നും നോട്ടീസ് എത്തി. 5 സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ പാൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് നടത്തിയ പ്ലൈവുഡ് ഇടപാടുകൾക്ക് GST അടച്ചില്ലെന്ന കാരണം കാണിച്ചാണ് പശ്ചിമ ബംഗാൾ സ്വദേശി വിദ്യുത് ഷെയ്ഖിന് നോട്ടീസ് കിട്ടിയത്. ഈ ഇടപാടുകളുമായി ഒരു ബന്ധവുമില്ലാത്ത യുവാവ് തന്നെ നഷ്ടപ്പെട്ട പാൻ കാർഡ് ആരോ തട്ടിപ്പിനായി ഉപയോഗിച്ചതാണെന്ന് സംശയിക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിലും GST ഓഫീസിലും പരാതിയുമായി കയറിയിറങ്ങുകയാണ് വിദ്യുത് ഷെയ്ഖ്. 16 വർഷമായി കേരളത്തിൽ മുറുക്കാൻ കട നടത്തുന്ന വിദ്യുത് ഷെയ്ഖിന് 2 ആഴ്ച മുമ്പാണ് നോട്ടീസ് ലഭിച്ചത്. കൊൽക്കത്തയിലെ വീട്ടിൽ ലഭിച്ച നോട്ടീസ് ഭാര്യ വാട്സാപ്പിൽ അയച്ചു നൽകുകയായിരുന്നു. ആന്ധ്ര, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയ പ്ലൈവുഡിന് GST അടച്ചിട്ടില്ലെന്നാണ് നോട്ടീസിൽ പറയുന്നത്. തനിക്ക് ഇടപാടുകളുമായി ഒരു ബന്ധവുമില്ലെന്ന് യുവാവ് പറയുന്നു. പാൻ കാർഡ് നഷ്ടമായപ്പോൾ പുതിയത് കിട്ടാൻ ഒരു കോപ്പി ഒരു ഏജൻസിയിൽ ഏൽപ്പിച്ചിരുന്നുവെന്നും അവിടെ നിന്നാണ് നഷ്ടമായതെന്ന് സംശയിക്കുന്നുവെന്നും വിദ്യുത് ഷെയ്ഖ് പറഞ്ഞു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഇടപാടുകളൊന്നും നടന്നിട്ടില്ല എന്നും വ്യക്തമായി. 2019 സമാനമായ രീതിയിൽ നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് വിദ്യുത് ഷെയ്ഖ് പറഞ്ഞു. അന്ന് കൂടുതൽ നടപടിയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയുടെ ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ നിയമസഹായം നൽകാൻ വിദ്യുത് ഷെയ്ഖിനൊപ്പമുണ്ട്. അതാത് സംസ്ഥാനങ്ങളിൽ പോയി പരാതി നൽകണമെന്നാണ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം. പല ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. വലിയൊരു കുടുക്കിലാണ് ഈ യുവാവ് ചെന്നുപെട്ടിരിക്കുന്നത്. കട അടച്ചിട്ട് ഓഫീസുകൾ കയറിയിറങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്നും നിരപരാധിയായ തന്നെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് അധികൃതരോടുള്ള യുവാവിന്റെ അപേക്ഷ.